1989 സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങിയതിനെ തുടർന്ന് ബിൻ ലാദൻ സൗദി അറേബ്യയിലേക്ക് മടങ്ങി. അവിടെ ആദ്യം അദ്ദേഹത്തെ ഒരു നായകനായി സ്വാഗതം ചെയ്തു. എന്നാൽ താമസിയാതെ സർക്കാർ അദ്ദേഹത്തെ ഒരു തീവ്രവാദിയായും രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ഭീഷണിയായും കണക്കാക്കി. 1990 സദ്ദാം ഹുസൈന്റെ ഇറാഖ് ഉയർത്തുന്ന അധിനിവേശ ഭീഷണിക്കെതിരെ സൗദി അറേബ്യ പ്രതിരോധിക്കാൻ തന്റെ പോരാളികളുടെ ശൃംഖല ഉപയോഗിക്കാൻ അനുമതി തേടിയ ബിൻ ലാദന്റെ അഭ്യർത്ഥനകൾ സർക്കാർ നിരസിച്ചു. യുദ്ധസമയത്ത് സൗദി അറേബ്യ സംരക്ഷണത്തിനായി US സൈനികരെ ആശ്രയിച്ചപ്പോൾ ബിൻ ലാദൻ പ്രകോപിതനായി. പേർഷ്യൻ ഗൾഫ് യുദ്ധം ബിൻ ലാദനും രാജ്യത്തെ നേതാക്കളുമായി വർദ്ധിച്ചുവരുന്ന വിള്ളലിലേക്ക് നയിച്ചു. 1991 അദ്ദേഹം സൗദി അറേബ്യ വിട്ട് വർഷാവസാനം സുഡാനിൽ സ്ഥിരതാമസമാക്കി. 1990കളുടെ തുടക്കത്തിൽ ബിൻ ലാദനും അദ്ദേഹത്തിന്റെ അൽ ഖ്വയ്ദ ശൃംഖലയും മുസ്ലിം ലോകത്ത് US ആധിപത്യ ഭീഷണിക്കെതിരെ അക്രമാസക്തമായ പോരാട്ടത്തിന്റെ ഒരു അജണ്ട രൂപപ്പെടുത്താൻ തുടങ്ങി.